ഐക്യ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും ഓരോ ലൊക്കേഷൻസിലോട്ട് ഐക്യയുടെ മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് ക്യാൻറ്റീനിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഇന്ത്യയിലത്തെ സാധനങ്ങൾ ഐറ്റംസോ അല്ല. ബംബിളോടി, കപ്പ് കേക്ക്, സാൻഡ്വിച്ചസ്, കോക്ക്, ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസാണ് നമുക്കവിടെ കാണാം. ഇതെല്ലാതും നമ്മൾ ഇവിടുന്ന് മേടിച്ച് ഇതിനെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു വരി പോകുന്ന എൻഡിലോട്ട് ഈ സാധനം ബില്ല് ചെയ്യും. നമുക്ക് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മേടിക്കേണ്ടത് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ആ 90 രൂപയ്ക്ക് നമ്മൾ ആ ഗ്ലാസ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സിറ്റിൽ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടാവും. ആ വെൻഡിങ് മെഷീനിൽ നമുക്ക് ലൈം സോഡ, സ്പാർക്ലിംഗ് വാട്ടർ, കോക്ക് ഇത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റീഫിൽ ചെയ്യാം. പോകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ക്രൊസോണ്ടും കപ്പ് കേക്കും 2 മഫിൻസും മേടിച്ചു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസും മേടിച്ചു. ഐക്യ ഇനിയും കുറേ കവർ ചെയ്യാനുള്ളതിനാൽ ഞങ്ങൾ ആ ക്യാൻറ്റീനിൽ നിന്നും പതുക്കെ ഇറങ്ങി അടുത്ത സെക്ഷനിലോട്ട് പോയി. ഐക്യയുടെ മാർക്കറ്റിങ്ങിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഐഡിയ എന്ന് പറയുന്നത് ഒരു സാധനം പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെ ആ സംഭവം ഉണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പോട്ടുകൾ, ഫ്രൈയിങ് പാൻ, ഡിഷ് വാഷർ അത് ഒരു കിച്ചണിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് കാണാമെന്നുള്ള രീതിയിൽ അത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലിവിങ് റൂമിലാണെങ്കിൽ സോഫ, മിറർ, ബുക്ക് ഷെൽഫ് ഇതൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ആംഗിളിൽ എങ്ങനെയൊക്കെ വെച്ചാലാണ് എസ്തെറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതും അവർ നന്നായി കാണിച്ചു. ഇനി ബെഡ്റൂം ആയിരിക്കട്ടെ, അവിടെയാണെങ്കിൽ ബെഡ്, സ്റ്റഡി ടേബിൾ ലാമ്പ് ഇതെല്ലാം എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യുന്നു, അപ്പോൾ ഏത് രീതിയിലേക്കാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുക, ഏത് രീതിയിലാണ് കിടക്കുമ്പോഴാണ് നല്ല വൃത്തിക്ക് ഉറങ്ങാൻ പറ്റുക, ഇതെല്ലാം നല്ല രീതിക്ക് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് എസ്കലേറ്റർ ഇറങ്ങി താഴെ വന്നു. ഇവിടെ ആ ഡെമോ, ആ പ്രസൻറ്റേഷൻ അതൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ്ലി എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ നിരനിരയായി വെച്ചിട്ടുണ്ടോ. എല്ലാ സാധനങ്ങളും ഇപ്പോൾ കണ്ടില്ലേ, ഈ കിച്ചൺ ടൂൾസ്, കത്തികൾ, ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഒരേ ഒരു പ്ലേസിൽ, വാട്ടർ ബോട്ടിൽസ് ഇനി എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി പോകുന്ന കാര്യങ്ങളിൽ പ്ലേറ്റുകൾ ഓരോ സെക്ഷനിൽ, കിച്ചണിലെ, ബെഡ്റൂമിൽ, സ്റ്റോർ റൂമിൽ അങ്ങനത്തെ ആവശ്യമായ എല്ലാ സാധനങ്ങളും എല്ലാം ഒറ്റ സ്ഥലത്തിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പാത്താണ്. നമ്മൾ എൻട്രൻസിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അവിടെ നമ്മൾ ചുറ്റുമെല്ലാം കണ്ട് ആ ഒരു ഒറ്റ വഴി കൂടെ വന്ന് അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന വഴികളിലൂടെ എല്ലാം വന്ന് ഇപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തുറസായിരിക്കുന്ന സാധനങ്ങൾ ഇനി ഗോഡൗണിലേക്ക് എത്തും. അപ്പോൾ ഇതെല്ലാം ഒറ്റൊരു വഴി കൂടെയാണ് പോകുന്നത്. അതായത് അവിടെ നിന്ന് എത്ര പേര് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവർക്കെല്ലാവർക്കും ഇങ്ങനൊരു വഴി തന്നെ വരാൻ പറ്റുള്ളൂ. ഇടയിൽ വെച്ച് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ കുറച്ച് നേരം ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഈ വഴി കൂടെ തന്നെ പോയിട്ട് ചില സമയത്ത് എക്സിറ്റുകളുണ്ട്. ഇതല്ലാതെ ഷോപ്പിംഗ് ചെയ്യാൻ വരുന്നവർ എല്ലാം ഈ വഴി കൂടെ തന്നെ കടന്നു വരണം. ഇതിന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കോട്ടുണ്ട്, വി ആർ വെരി ക്യൂരിയസ് ഓഫ് ദ വാല്യൂ ഓഫ് പീപ്പിൾസ് ടൈം. അതായത് അവർ കാണാൻ വരുന്ന സാധനങ്ങൾ അതെല്ലാം കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ എസ്തെറ്റിക്കലി സാധനങ്ങൾ വെക്കുന്നതോടെ അവർക്ക് കണ്ടു തീർക്കേണ്ട ആ ജോലികൾ എല്ലായിടത്തും ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്ന് എല്ലായിടത്തേക്കും റഷ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാണേണ്ട സാധനങ്ങൾ അതാത് ആ പ്ലേസിൽ തന്നെ ഇരിക്കുന്നത് അത്രയും ആൾക്കാർക്ക് ടൈം എഫിഷ്യൻ്റ് ആക്കി കൊടുക്കും. പിന്നെ ഐക്യയിൽ ആൾക്കാർക്ക് വളരെ ഹൈ കിട്ടിയ സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ അവരത് ഡിഅസംബിൾ ചെയ്ത് ഫ്ലാറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് എത്താം. ഈ ഫ്ലാറ്റായിട്ട് എത്തിയ സാധനം ചിലപ്പോൾ ഒരു 100 പാർട്സ് ഉണ്ടാവും, 120 പാർട്സ് ഉണ്ടാവും, ചിലതിലൊക്കെ 50 പാർട്സേ ഉണ്ടാവുള്ളൂ. ഈ സാധനങ്ങൾ നമ്മൾ കുത്തിയിരുന്ന് നമ്മൾ സാധനം വീണ്ടും അസംബിൾ ചെയ്യണം. അപ്പോൾ ഈ സംഭവം അസംബിൾ ചെയ്യുമ്പോൾ സംഭവം അവസാനം ശരിയായി വരില്ല. അപ്പോൾ നമ്മൾ വല്ല അയൽക്കാരെയോ ഭാര്യേനെയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെയോ അങ്ങനെ ആരെങ്കിലൊക്കെ വിളിച്ച് വരുത്തി അപ്പോഴും നമ്മൾ ഈ സാധനം സെറ്റാക്കേണ്ടി വരും. അപ്പോൾ ഈ സംഭവം എല്ലാം കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതായത് പ്രൊഡക്ട്സ് അവരുടെ ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമ്മുടെയും ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഈ ഒരു സംഭവമാണ് ഇവർക്ക് നല്ലൊരു പ്രീതി കിട്ടിയത്. ആൾക്കാർക്ക് ആ ഒരു സംഭവം, അതായത് നമ്മുടെ കൈപ്പത്തി കൂടി ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകാൻ വേണ്ടി പതിഞ്ഞു എന്ന് കാണുമ്പോൾ അതിൽ നിന്നൊരു സുഖം, ഈ ഒരു ഹൈയും ഇതും ഇവർ നല്ല രീതിക്ക് ഇവരുടെ ബിസിനസ്സിന് സഹായിച്ചിട്ടുണ്ട്. നമ്മളിതാ ഐക്യയുടെ സ്റ്റോറേജ് സെക്ഷനിലോട്ട് എത്തി. ഇനി നമ്മളിതാ എക്സിറ്റിലോട്ട് എത്തും. ഹൈദരാബാദ് ഐക്യ സ്റ്റോറിൻ്റെ വ്ളോഗ് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.